മണ്ണാർക്കാട് നഗരസഭയിൽ ജനകീയ മതേതര മുന്നണി രൂപീകരിച്ച് പി.കെ. ശശി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് 10 സീറ്റുകളിലാണ് മത്സരിക്കുക. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലി കോൺഗ്രസിലും മുസ്ലിം ലീഗിലും തർക്കം തുടരുകയാണ്. CPM-ൽ അച്ചടക്ക നടപടി നേരിട്ട് തരംതാഴ്ത്തപ്പെട്ട പി.കെ. ശശി നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതി മണ്ണാർക്കാട് നഗരസഭയിൽ 10 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. ജനകീയ മതേതര മുന്നണി എന്ന് പേരിട്ട കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥികളെ ബുധനാഴ്ച പ്രഖ്യാപിക്കും. CPM ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ സ്ഥാനാർത്ഥികളാകുമെന്നാണ് സൂചന. എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കീഴ്മാട് ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി P.A. മുഖ്താറിനെ അംഗീകരിക്കില്ലെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നിലപാടെടുത്തു. എടത്തല ഡിവിഷനിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി അഹമ്മദ് കബീർ വിഭാഗം കടുത്ത അതൃപ്തിയിലാണ്. ഗ്രൂപ്പ് നിശ്ചയിച്ചയാളെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നാണ് പരാതി. CPI വിട്ട പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ KPCC ഓഫീസിലെത്തി അംഗത്വം സ്വീകരിച്ചു. തന്റെ ചോദ്യങ്ങൾക്ക് ഇതുവരെ CPI മറുപടി പറഞ്ഞിട്ടില്ലെന്ന് ശ്രീന പറഞ്ഞു. ആഭ്യന്തരമായി ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എൻ്റെ ചോദ്യം ബാക്കിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്, ഞാൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്നുള്ളത്. അതിന് മറുപടി നാളിതുവരെ എനിക്ക് ലഭിച്ചിട്ടുമില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി, എൻ്റെ പരാതികൾക്ക് മറുപടി ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല. തൃശൂർ കുഴൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കൊച്ചി.